നമസ്തേ. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് സാമൂഹ്യ നിരീക്ഷകയായ ജാമത ടീച്ചറാണ്. ടീച്ചർ, സത്താർ പന്തലൂർ എന്നൊരു മുസ്ലിം പ്രഭാഷകൻ ചോദിക്കുന്നത് മുസ്ലിങ്ങൾ വർദ്ധിച്ചാൽ എന്താണ് കുഴപ്പമെന്ന്. ലോകരാഷ്ട്രങ്ങളുടെ അനുഭവം നമുക്ക് മുമ്പിലുണ്ട്, അത് ആർക്കും അറിയാം. എന്നിട്ടും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പറയുന്നു. പക്ഷേ നമുക്കറിയാം, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇപ്പോൾ ഇടത് സർക്കാർ നടത്തുന്ന ഇസ്ലാമിക പ്രീണനമല്ല. മറുപടി കൊടുക്കാൻ എന്നിവർക്ക് സാധിക്കുന്നില്ല. ഇവരെല്ലാവരും കൂടി ഇതൊരു കേരളമാക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത്? എന്താണ് ഈ വിഷയത്തിൽ ടീച്ചറുടെ നിലപാട്? നമ്മുടെ നാട് ഏതാണ്ട് കേരളം ആയി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇപ്പൊ വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകൾക്ക് ധൈര്യസമേതം ഇക്കാര്യം ഒന്ന് തുറന്നു പറയാൻ ഇത്രയും സമയമെടുത്തത് എന്തുകൊണ്ട് എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. മുമ്പ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനം മാത്രം മതി കേരളത്തിലെ ചുരുങ്ങിയ കുറച്ച് ആളുകൾക്കെങ്കിലും യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ. ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾ എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിക്കുന്നത്, എങ്ങനെയാണ് ആ ജനസംഖ്യയുടെ ന്യൂനപക്ഷം മുതൽ മിഡിലു മുതൽ ലാസ്റ്റ് വരെ 1% മുതൽ 100% വരെ ആയാൽ എങ്ങനെയായിരിക്കും ആ നാട്ടിൽ സമാധാനം പുലരുന്നത് എന്ന് ഏകദേശം നമുക്ക് എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ്. 16% അവരെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആ നാടിന്റെ ഇസ്ലാമികവൽക്കരണം ഒരാളെ കൊണ്ടും തടയാൻ പറ്റില്ല. നമ്മൾ കണ്ടതാണ്, നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞു കുട്ടികൾ മുറവിളി കൂട്ടിയത്. ആ സമയത്ത് ആ കുട്ടികൾ വിളിച്ചു പറഞ്ഞത്, പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞത്, ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്നായിരുന്നു. അതിനു മുമ്പ് വേറെ ഒരു അധ്യാപകൻ ആസൂത്രിതമായി ഇവർക്ക് കൗൺസിലിംഗ് ക്ലാസ് കൊടുക്കുവാണ്. നിങ്ങൾ ആദ്യം ഒരു ക്ലാസ് മുറിക്കകത്ത് നമസ്കാരം തുടങ്ങണം. ഏറ്റവും ബാക്കിൽ നിന്ന് ഒരു ബെഞ്ച് പിടിച്ച് ഡെസ്കിന്റെ പുറത്തിട്ടിട്ട് നിങ്ങൾ നമസ്കരിക്കാൻ തുടങ്ങണം. ഒരാള് ക്രമേണ അത് 3 പേരാകും, പിന്നീട് 30 പേരാകും, പിന്നീട് 300 പേരാകും. ഇങ്ങനെയാണ് ചെറിയ തലം മുതൽ ഇവര് ബ്രെയിൻ വാഷിങ്ങിന് വിധേയരാക്കുന്നത് കുട്ടികളെ. അങ്ങനെ അങ്ങനെ അങ്ങനെയായി അദ്ദേഹം പറയാണ്, ഇന്ന് 150 മുതൽ 300 വരെ ആളുകൾ നമസ്കരിക്കുന്ന ജുമുഅ അടക്കമുള്ള സൗകര്യങ്ങൾ ഇത്തരം കലാലയങ്ങളിൽ ഉണ്ടാക്കി വിജയിപ്പിച്ച ചരിത്രമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആ കുട്ടികളാണ് 1 കിലോമീറ്ററിനകത്ത് ആ സ്ഥാപനത്തിന്റെ ചുറ്റളവില് 3ഓളം പള്ളികൾ ഉണ്ടായിട്ട്, നമസ്കരിക്കാൻ വേണ്ടി മാത്രമുള്ള ആലയങ്ങൾ ഉണ്ടായിട്ട് അവിടെ എങ്ങും പോയി നമസ്കരിക്കാൻ ഞങ്ങൾക്ക് സ്ഥലം വേണം എന്ന് പറയാതെ അമുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഇടിച്ചു കയറി അവിടെ ഒരു ഇസ്ലാമികവൽക്കരണം, ഒരു ആധിപത്യം ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പോ ഒരുപാട് പഠനങ്ങൾ നമുക്കിടയിലുണ്ട്. നമുക്കറിയാം, ഇന്ന് ഇസ്ലാമിക രാജ്യമായി ഉയർന്നു നിൽക്കുന്ന അധിക രാജ്യങ്ങളും മുമ്പ് ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു. തുർക്കി ആണെങ്കിലും ഈജിപ്റ്റ് ആണെങ്കിലും സിറിയയാണെങ്കിലും അതൊക്കെ ഇതിന്റെ തെളിവാണ്. മലപ്പുറം തന്നെ തെളിവാണ്. ഹമാസിന്റെ നേതാവായിട്ടുള്ള ഖാലിദ് മിഷേൽ, ഇത്രയും രാജ്യങ്ങൾ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു കുഞ്ഞു പ്രദേശത്തെങ്കിലും ഹമാസിന്റെ നേതാവ് വന്ന് പങ്കെടുത്ത് ഒരു മീറ്റിംഗ് നടത്തിയതായിട്ട് നമുക്കറിയില്ല. പക്ഷേ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഖാലിദ് മിഷേലിന് മലബാറിൽ തന്നെ ഒരു സീറ്റ് കിട്ടുന്നത്? എന്നിട്ട് നരേന്ദ്രമോദി അതിനെ തടസ്സപ്പെടുത്തി അദ്ദേഹത്തിന്റെ ട്രാവൽ ബാൻ ചെയ്തു, ഭീകരർക്കൊന്നും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്ന്. അപ്പോ അദ്ദേഹത്തിനെ ഒരു വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുപ്പിച്ചുകൊണ്ട്, എന്നാലും വേണ്ടില്ല ഹിന്ദുക്കളുടെ പുറത്ത് ബുൾഡോസർ കയറ്റണം എന്ന് അദ്ദേഹത്തെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. ഇതൊക്കെ ഇവരുടെ ഇസ്ലാമികവൽക്കരണമാണ്. ഒരുപാട് രാജ്യങ്ങൾ മുമ്പ് പ്രബലരായിട്ടുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു. അവരെയൊക്കെ നശിപ്പിച്ചത് ഇവരുടെ ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നം, ഖിലാഫത്ത്, ഇസ്ലാമിക് കലിഫേറ്റ്, ഇതാണ് ഇവരുടെ ലക്ഷ്യം. പാകിസ്ഥാൻ മുമ്പ് ഹിന്ദു രാഷ്ട്രമായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധമതസ്ഥരായിരുന്നു. ഇറാനിലെ പാർസി മതസ്ഥരായിരുന്നു. മുസ്ലിം ജനസംഖ്യ ഒരു രാജ്യത്ത് 16% കഴിഞ്ഞാൽ ആ രാജ്യം ക്രമേണ പൂർണ്ണമായും ഇസ്ലാമിക രാജ്യമായി മാറും. അത് നമ്മളെ കൊണ്ട് തടയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അലിയാർ കാസിമിയെ പോലെയുള്ള ആളുകൾ പറയുന്നു, നമ്മൾ കേരളത്തിൽ 27% ഇതൊക്കെ ഒരു സൂചനകളാണ്. അവർക്ക് കുട്ടികൾക്കാണെങ്കിലും ശരി, അവർക്കൊരു മെസ്സേജ് കൊടുക്കുവാണ്, നമ്മൾ അങ്ങനെ മറ്റുള്ളവർക്ക് കീഴൊതുങ്ങി കഴിയേണ്ടവരല്ല.
നമുക്ക് നമ്മുടെ മത നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ലോകം മുഴുവനും ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരണം എന്ന ഒരു ഐഡിയോളജി ഉണ്ട് ഇവർക്ക്. നമുക്ക് മുമ്പിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. മതവെറിയാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഷാഫി പറമ്പലിന്റെ വിഷയം എടുത്താലും നമുക്കറിയാം. പാലക്കാട് MLA എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വടകരയിൽ നിർത്തി മത്സരിപ്പിച്ചത്? എന്തുകൊണ്ടാണ്? വടകര മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ്. ഷാഫി ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ മുസ്ലിമാണ്. അപ്പൊ കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള മലയാളിയായ ശ്രീമതി ഷെമ മുഹമ്മദ് എന്താ പറഞ്ഞത്? ഒരു മുസ്ലിമായിട്ട് പോലും ഞാൻ തട്ടമിടാത്ത സ്ത്രീ ആയതുകൊണ്ടാണ് പാർട്ടിയിൽ എനിക്ക് പരിഗണന കിട്ടാത്തത് എന്ന് അവര് പറയണമെങ്കിൽ അവരുടെ പരിഭവം മാത്രമല്ല, അതിനകത്ത് അവരുടെ അമർഷവുമുണ്ട്, പ്രതിഷേധവുമുണ്ട്. ഒരു പ്രദേശം മുസ്ലിം ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ഥാനാർത്ഥിയാകാൻ ഒരു മുസ്ലിമിന് മാത്രമേ പറ്റൂ എന്ന് ക്ഷമ പറയുക നമ്മളോട്. ഹിന്ദു ഭൂരിപക്ഷ ജില്ലയായിട്ടുള്ള പാലക്കാട് ഷാഫി പറമ്പലിനെ ഇത്രയും കാലവും പോറ്റി വളർത്തിയ ഹിന്ദുക്കൾ ഇതെന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പോഴും അവര് അയ്യോ ഷാഫിക്ക പോകല്ലേ, അയ്യോ ഷാഫിക്ക പോകല്ലേ എന്ന് പറഞ്ഞു കരയുക. ബുദ്ധിയില്ലാത്ത കപട മതേതരത്വം എന്താ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഹിന്ദുക്കൾ ഇനിയും ഏറെ അനുഭവിക്കാൻ ബാക്കിയുണ്ടെന്നാണ് എന്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തന്നെയുമല്ല, ഇടതന്റെയും വലതന്റെയും പച്ചയായിട്ടുള്ള വർഗീയത എന്താണ് എന്ന് ഇവർക്കിനിയും മനസ്സിലാകാൻ ഒരുപാട് പോകേണ്ടി വരും. ഹിന്ദു ഭൂരിപക്ഷ നിയോജക മണ്ഡലത്തിൽ ഇടതനും വലതനും അന്യമതസ്ഥരെ നിർത്തി ഹിന്ദുവിന്റെ വോട്ട് സ്പ്ലിറ്റ് ആക്കിയ ഹിന്ദുവിനെ വിജയിപ്പിക്കുന്നത് എന്തുകൊണ്ടാ? നമുക്ക് മുമ്പില് ഒരുപാട് അനുഭവ സമ്പത്തുകളുണ്ട്. നൂറുകണക്കിന് സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലിനെ വെട്ടിനുറുക്കിയപ്പോഴും പഹൽഗാമിൽ 29 ആളുകളെ ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കി കൊല ചെയ്തപ്പോഴും നൂറുകണക്കിന് ജൂത പെണ്ണുങ്ങളെ ബലാത്കാരം ചെയ്തും ജൂത കുഞ്ഞുങ്ങളെ തല വെട്ടിയെടുത്ത് അതുപോലെ പാതി ജീവനോടെ കുഴിക്കകത്തിട്ട് മൂടിയപ്പോഴും കേരളത്തിന്റെ മതേതരത്വം മിണ്ടിയിട്ടില്ല. കാരണം എന്താ? അവിടെ അവർക്ക് വോട്ട് ബാങ്ക്. സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ എവിടെയാണോ വേട്ടയാടപ്പെടുന്നത് അവിടെയാണ് ഇവര് മുന്നിൽ നിൽക്കുക. സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് എല്ലായിടത്തും വേട്ടയാടുന്നത്, മറ്റുള്ളവർ ഇരകളാക്കപ്പെടുകയാണ്. ഇപ്പോ ചെറിയ കുട്ടികൾ, 6 വയസ്സുള്ള കുട്ടികളെ വരെ ലൈംഗിക അടിമകളാക്കുന്ന താലിബാൻ എന്തുകൊണ്ടാണ് കേരളത്തിന് വിസ്മയമായി മാറുന്നത്? ജൂത സ്ത്രീകളെ ബലാത്കാരം ചെയ്തു കുതികാല് വെട്ടി എല്ലാ ബന്ദികളെയും പിടിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്ത ഹമാസ് എന്തുകൊണ്ടാണ് ഇവർക്ക് വിസ്മയമായി മാറുന്നത്? എന്തുകൊണ്ടാണ് ഹമാസിനും താലിബാനും ഒക്കെ കേരളത്തിൽ ഫാൻസ് ഉണ്ടാകുന്നത്, അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത്? കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ഇവര് കൊണ്ടുകയറിയ ചിത്രങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു? വഖഫ് അനുകൂലമായിട്ടാണ് ഇവര് സമരം ചെയ്തത്. പക്ഷെ ഇവര് കൊണ്ടുകയറിയ ചിത്രങ്ങൾ ബ്രദർഹുഡ് എന്ന് പറയുന്ന ഭീകര സംഘടന, രാജ്യവിരുദ്ധ ഇസ്ലാമിക് ഖലീഫേറ്റ് സംഘടന, അതിന്റെ ബന്നയെ പോലെയും ജിന്നയെ പോലെയും ഒക്കെയുള്ള നേതാക്കളെ കൊണ്ടുവന്നിട്ടായിരുന്നു ഇവർ വഖഫിന് വേണ്ടിയിട്ട് സമരം ചെയ്തത്. പാലക്കാട് തൃത്താലയിലെ പള്ളി ഉറൂസിനെ ഇവര് ഹമാസിന്റെ, യഹ്യാ സിൻവാറിന്റെയും ഇസ്മായിൽ ഹനിയയുടെയും ഒക്കെ ചിത്രങ്ങൾ എന്തിയാണ് ഇവര് സമരം ചെയ്തത്? കേരളം പല രൂപത്തിലും നമുക്ക് സൂചനകൾ നൽകുവാണ്. ഏത് രൂപത്തിലാണ് ഇസ്ലാമിക തീവ്രവാദത്തെ കേരളം സ്വാഗതം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുക. ബംഗ്ലാദേശിൽ 10,000-കണക്കിന് കൊലപാതകങ്ങൾ നടന്നു, അക്രമങ്ങൾ നടന്നു, സ്ത്രീകൾ ബലാത്കാരം ചെയ്യപ്പെട്ടു. അവർ നിർദ്ദയം പബ്ലിക്കിലിട്ട് ബലാത്കാരം ചെയ്തു കൊന്ന് ശവത്തോടു പോലും ഇവർ മര്യാദ കാണിക്കാതെ ആട്ടുന്നതും തുപ്പുന്നതും മൂത്രമൊഴിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. എന്തുകൊണ്ടാ? ഒരു ഭാഗത്ത് ജൂത ജഡങ്ങളായിരുന്നെങ്കിൽ മറുഭാഗത്ത് കാഫിർ ജഡങ്ങളായിരുന്നു. എന്നിട്ടും അവർക്കൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാ? ഉക്രൈനിലെ യുദ്ധത്തിൽ 10,000-കണക്കിന് ആളുകൾ മരിച്ചു വീണപ്പോൾ ഐക്യദാർഢ്യം ഉണ്ടായിരുന്നില്ല. ബംഗ്ലാദേശിൽ ഇരകളോടൊപ്പം ഇവർ നിന്നില്ല. ഗാസയിൽ ഇവർ മുസ്ലിങ്ങളോടൊപ്പം നിന്നു. ശരിക്കു പറഞ്ഞാൽ ഈ ഹമാസ് ഒക്ടോബർ 7-ാം തീയതി 2022 ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി 1400 പേരെ നിർദ്ദയം കൊന്നത്, അവിടെ നടന്നത് ഒരു മ്യൂസിക് ഫെസ്റ്റ് ആണ്. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ് എന്നതുകൊണ്ട് മാത്രമാണ്. അർമേനിയയിലെ ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്തപ്പോൾ
കേരളത്തിന്റെ മതേതരത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഐക്യദാർഢ്യവും നമ്മൾ കണ്ടില്ല. പാകിസ്ഥാനിൽ നിരവധി അമുസ്ലിങ്ങൾ മതത്തിന്റെ പേരിൽ പീഡനത്തിനും കൊലപാതകത്തിനും ഇരയായപ്പോൾ നമ്മൾ കണ്ടില്ല ഈ ഐക്യദാർഢ്യം. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കാത്ത കുറച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ശക്തി എന്ത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ ഇപ്പോഴും അവരുടെ കപട മതേതരത്വത്തിൽ വീണുപോയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അവർക്കിനിയും അത്ര പെട്ടെന്നൊന്നും മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ ജീവൻ പണയം വെച്ച് ഈ മതത്തിനകത്തുള്ള ഈ ഗ്രന്ഥത്തിനകത്തുള്ള മത തീവ്രവാദമാണ് ഇവര് പ്രാവർത്തികമാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അവർക്കത് മനസ്സിലാകുന്നില്ല. ലോകം മുഴുവനും ഇസ്ലാമിന്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരണം. അതുകൊണ്ടാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് വരുന്ന 10 വർഷത്തിനുള്ളിൽ ഞങ്ങൾ കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുമെന്ന്. അതുകൊണ്ടാണ് +1 സീറ്റിന് വേണ്ടി മാത്രം മലബാർ ഞങ്ങൾക്കൊരു സംസ്ഥാനമാക്കി തരൂ എന്ന് 500 കോടി വാങ്ങിയെടുത്ത ലീഗ് ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയോളജികളാണ്. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അടിമുടി എന്നെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദമാണ്. ഈ ഗ്രന്ഥം പഠിച്ചിട്ടുള്ള ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും. വെള്ളാപ്പള്ളി പറഞ്ഞത് 100% സത്യമാണ്. കാരണം മലബാർ മുസ്ലിം ഭൂരിപക്ഷമായി കഴിഞ്ഞു. പിണറായി വിജയൻ ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സംസ്ഥാനത്ത് ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു ഓർഡർ വരണം എന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ കേരളമായി മാറിയിട്ടുണ്ട്. സംശയമില്ല. ഇസ്ലാമും തീവ്രവാദവും രണ്ടല്ല, തീവ്രവാദം തന്നെയാണ് ഇസ്ലാം. ഇസ്ലാമിൽ അന്തർലീനമാണ് തീവ്രവാദം. ഇസ്ലാമിന് എത്രത്തോളം സ്പേസും സ്വാതന്ത്ര്യവും കൊടുക്കുന്നു അത്രത്തോളം തീവ്രവാദത്തിനുള്ള സ്ഥലമാണ് നമ്മൾ കൊടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള കാര്യം തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ ഇടത് വലത് സർക്കാരുകൾ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു. വളരെ ഇസ്ലാമിക വൽക്കരണത്തിലേക്കാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു അറുതി വരേണ്ടത് തന്നെയാണ്. എത്രയും ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ മതിയാകും. ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി ടീച്ചർ.